ഇപ്പോൾ വേരിക്കോസ് വെയിൻ, ആയുർവേദം, അങ്ങനെ അക്യുപങ്ക്ചർ, അങ്ങനെയുള്ള മറ്റ് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പെർസ്പെക്റ്റീവ് ആണ് അല്ലേ? അതായത് ഇല്ല, വെരിക്കോസ് വെയിൻസ് നമുക്ക് തന്നെ അറിയാം, ഡയലേറ്റഡ് ആയിട്ടുള്ള ഞരമ്പുകൾ ഉണ്ടാവുന്നത് വാൽവിൻ്റെ, അതായത് രക്തം മേളിലോട്ട് കൊണ്ടുവന്ന് വെയിൻ്റെ വാൽവ് ഡാമേജ് ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ രക്തം ഹൃദയത്തിലോട്ട് വരുന്ന രീതി, അതായത് തിരിച്ച് താഴോട്ട് പോകാണ്ട് മേളിലോട്ട് കയറി വരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും ഈ പറഞ്ഞ വെരിക്കോസിൻ്റെ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതായത് ഈ നീര്, അതുപോലെ തന്നെ മുറിവുകൾ, ഇതെല്ലാം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. ഇപ്പം നമ്മൾ ആയുർവേദത്തിൽ പോയിട്ട് കുറേ ദിവസം കാല് പൊക്കി വെച്ച് കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും. ഈ രക്തം കുത്തിയെടുക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഞരമ്പിനകത്തോട്ട് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് കാരണം ഞരമ്പിൽ കുറച്ച് ദിവസം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു എഡിമയും കാര്യങ്ങളൊക്കെ കൊണ്ട്, അതായത് നീരും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ പറഞ്ഞ പോലെ വെരിക്കോസിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു നിൽക്കും. അത്രേ ഉള്ളൂ. അതെല്ലാം ഒരു ടെമ്പററി ആയിട്ടുള്ള, മേ ബി ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം 1 മാസം കഴിയുമ്പോൾ നോർമൽ നമ്മുടെ ലൈഫിലോട്ട് വീണ്ടും തിരിച്ചു പോകുമ്പോൾ ഇത് തിരിച്ചു വരും. അല്ലാണ്ട് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ വീട്ടിൽ ഇതേപോലെ തന്നെ കിടക്കുവാണെങ്കിലും ഇത് മാറി വരും. അതിനകത്തൊരു വ്യത്യാസം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല ബേസിക്കലി.